കാണുമ്പോൾ തന്നെ കയറി പോകുന്ന സ്ഥിതിയിലാണ് ഹോട്ടലുകളൊക്കെ. പക്ഷേ കുറെ നാൾ കഴിയുമ്പോൾ പത്രവാർത്ത വരുമ്പോഴാണ് അറിയുന്നത് ഇന്ന ഹോട്ടൽ ഇത്ര സ്ഥിതിയായിരുന്നു. അതിന്റെ ഉള്ളിൽ അതിന്റെ കിച്ചൺ, അതിന്റെ അടുക്കള, എത്രയോ ദിവസത്തെ ഭക്ഷണങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ വിളമ്പിക്കൊടുക്കുന്ന സ്ഥിതി. അതല്ലെങ്കിൽ അവിടെ പല്ലിയും പഴുതാരയും പാറ്റയും ഇങ്ങനെ ഓടി നടക്കുന്ന സ്ഥിതി. വീഡിയോസുകൾ നമ്മൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റേതായ വീഡിയോ കാണുമ്പോഴാണ് ഈ ഹോട്ടൽ ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഇങ്ങനെയെന്നല്ല, പക്ഷെ അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിലനിൽക്കേണ്ടത് ഒരാള് ഉച്ച സമയത്ത് വീട്ടിലേക്ക് പോയി ആഹാരം കഴിക്കാൻ ഇല്ലാതെ വരുമ്പോ അവര് വയറുവിശക്കുമ്പോ തന്റെ കടയിലേക്ക്, തന്റെ ഹോട്ടലിലേക്ക് കയറി വരുമ്പോ അവര് ഭക്ഷണം കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. നീ ചെയ്യുന്നതായ ധർമ്മമാണത്, സാമൂഹിക ധർമ്മമാണ്. നീ പൈസ മേടിക്കുന്നത് ശരിയാ, പക്ഷേ ഊഴ്ത്തിവെക്കുന്നവനും കച്ചവടക്കാരും തമ്മിൽ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുമ്പോ ഊഴ്ത്തിവെക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നും, ഒരു നാട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു കമ്പോളത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ വിൽക്കുന്നവൻ കാരുണ്യമുള്ളവനാണ്, അള്ളാഹുവിന്റെ കരുണ, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നവനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ, നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നവരുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. തന്റെ കരങ്ങൾ കൊണ്ട് ഒരിക്കലും മറ്റൊരാൾക്ക് രോഗം പകരുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാൻ പാടില്ല. അശുദ്ധമായ ദീനുൽ ഇസ്ലാം മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ശരീരത്തെ നൽകിയിരിക്കുന്നത് അതിന് പ്രകൃതിദത്തമായിട്ട് അല്ലാഹു രോഗമായിട്ട് തന്നതാണോ? നമ്മളെല്ലാം രോഗികളായിട്ടാണോ ഇവിടെ ജനിച്ചതല്ലല്ലോ. അല്ലാഹു നമ്മുടെ ശരീരം നമുക്ക് സമ്മാനിച്ചത് നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടാണ്. ഷുഗർ ഇല്ലായിരുന്നു, കൊളസ്ട്രോൾ ഇല്ലായിരുന്നു, ബിപി ഇല്ലായിരുന്നു, ക്യാൻസർ ഇല്ലായിരുന്നു, മറ്റുള്ളതായ കിഡ്നി രോഗം ഇതൊന്നുമില്ലായിരുന്നു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടാണ് നീ ഇവിടെ ജനിച്ചത്. പക്ഷേ നിന്റേതായ ജീവിത ശൈലി, നിന്റെ തെറ്റായ ഭക്ഷണ ശൈലി, നിന്റെ തെറ്റായ രീതിയിലുള്ള ഉറക്കശൈലി, ഇങ്ങനെ നിന്റെ ജീവിത ശൈലി മാറിയപ്പോ മുഅ്മിനെ നീ രോഗമായി മാറി. സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ തത്വസംഹിതകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിച്ചാൽ നീ ആരോഗ്യത്തോടെ ഇവിടെ നിലനിൽക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു തന്നു, തെളിയിച്ചു തന്നു. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറം ലോകത്തു നിന്നുള്ള ചക്രവർത്തി മദീനയിലേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞയച്ചു. ഒരു ഡോക്ടർ വന്നു. ഡോക്ടർ മദീനയിൽ ഇങ്ങനെ അവിടെയുള്ളതായ രോഗികൾ ചികിത്സിക്കാൻ വേണ്ടി ലക്ഷ്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ വന്നത്. പക്ഷേ കുറെ ദിവസം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ആ ഡോക്ടർ തനിയെ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. കാരണത്തെ കുറിച്ച് നബി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങയുടെ അനുയായികൾ, അങ്ങയുടെ സമുദായം, അങ്ങയുടെ സഹാബത്ത് നല്ല ആരോഗ്യത്തിന്റെ കാത്തവരാണ്, നല്ല പൂർണ്ണമായി നല്ല പ്രതിരോധ ശേഷിയുള്ളവരാണ്. അവർക്ക് രോഗങ്ങളില്ല, അവർക്ക് പരിയങ്ങൾ